ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞു കുട്ടികൾക്ക് എങ്ങനെയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ്. ഇതാണ് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ബ്രഷ്. ഫിംഗർ ബ്രഷ് എന്നാണ് ഇതിന് പറയാം. ഇനി ജെന്നി ഇത് പിടിച്ചേ, ബ്രഷിൻ്റെ അടുത്ത് പിടിക്കുക കേട്ടോ. ബ്രഷ് ഇടാൻ പോട്ടെ അമ്മ, ബ്രഷ് ഇട്ടിട്ടേ അമ്മ. ഇനി കുട്ടികൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണ്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഏത് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഫ്ലൂറൈഡ് ഫ്രീ ആയിട്ടുള്ള കിഡ്സ് നാച്ചുറൽ ടൂത്ത് പേസ്റ്റ് ആണ്. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്ലീൻ ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് ആയിരിക്കണം. അതുപോലെ ഇതിന് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ആണ്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് സർക്കുലാർ മെത്തേഡാണ്. അത് കുട്ടിയുടെ പല്ല് ഇതാണെങ്കിൽ കുട്ടിയുടെ വായിൽ നമ്മൾ ഇത് ബ്രഷ് ഇടുമ്പോൾ വട്ടത്തിൽ സർക്കുലാർ മോഷനാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ പേസ്റ്റ് വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതായത് ഒരു പീ സൈസ് എന്ന് പറയും, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വളരെ കുറച്ച് കേട്ടോ, ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ പേസ്റ്റ്. കുറേ പേസ്റ്റ് എടുക്കുന്നത് പൊട്ടയാണ്. നമ്മൾ ബ്രഷ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പം ലൈവായിട്ട് നമ്മൾ എങ്ങനെയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക, സോഫ്റ്റ് ആവും. ബ്രഷ് ചെയ്യാൻ നമുക്ക് ഈന്ന് കാണിച്ച് ജെന്നി. ഈ കണ്ടോ, സർക്കുലറായിട്ട് വേണം നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ആ തൊണ്ണി നമ്മൾ ബാക്കിലും അതുപോലെ തന്നെ സർക്കുലർ മോഷനിൽ എല്ലാ സർഫസസിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് വളരെ സോഫ്റ്റാണ് ബ്രിസിൽസ്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ബ്രഷ് ചെയ്യാൻ കുട്ടികളുടെ വായിൽ ഒരു കേടും സംഭവിക്കില്ല. അതുപോലെ തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആവും ചെയ്യും. ഒന്നുകൂടെ കാണിച്ച്, ഈന്ന് കാണിച്ച് ജെന്നി. ഈ മിടുക്കി. അവരെ ഒന്ന് നമുക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യാം. ക്ലാപ്പ് കൊടുക്കാം. ക്ലാപ്പ് കൊടുത്തേ ജെന്നി, മിടുക്കിയാണല്ലോ, മിടുക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആസ് യൂഷ്വൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അവരെ കൊണ്ട് വായ കഴിപ്പിക്കണം കേട്ടോ. വെള്ളം കഴിച്ച് തുപ്പണം. ജെന്നി ഇതിൽ തുപ്പി. അതെ, കുറച്ചും കൂടി തുപ്പണേ. തുപ്പി. അതെ, മിടുക്കി. എന്നിട്ട് ഇവർക്ക് വേണമെങ്കിൽ കളിക്കാനൊക്കെ ഇട്ട് കൊടുക്കാത്. ബ്രഷ് ക്ലീൻ ആക്കിയതിന് ശേഷം മേക്ക് ഷുവർ ഇത് ക്ലീൻ ആക്കണം പ്രോപ്പറായിട്ട്. എന്നിട്ട് ഇതുപോലത്തെ ബോക്സോട് കൂടിയിട്ടാണ് ഇതുപോലത്തെ ഫിംഗർ ടൂത്ത് ബ്രഷുകൾ വരിക. കുറേ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. ഞാൻ ലവ് ലാപ്പ് എന്ന ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇറ്റ്സ് ഓൾ വെരി ഗുഡ്. ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ കുട്ടികൾക്ക് മേക്ക് ഷുവർ 6 മാസം കഴിയുമ്പോൾ കുട്ടികൾക്ക് പല്ല് വന്ന് തുടങ്ങും. പാൽപ്പല്ല് പിടിച്ചോ. ആ പാൽപ്പല്ല് വന്ന് തുടങ്ങും. ചില കുട്ടികൾക്ക് ഡിലേ വരാം, 8 മാസത്തിൽ വരാം. ചിലർക്ക് പിന്നെയും ഡിലേ വരാം, 1 വയസ്സ് വരെ വരാതിരിക്കാം. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കാൽഷ്യത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് പേസ്റ്റ് കളിക്കാൻ കൊടുക്കരുത്, അടച്ചു വയ്ക്കുക. അതന്നെ ജെന്നി ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേ. പിന്നെ ഇവർക്ക് ബ്രഷിങ് ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഈ ഒരു മെത്തേഡ് നല്ലതാണ് കേട്ടോ. അപ്പോൾ അവരത് തന്നെ അവരുടെ ആ ഒരു ഹാൻഡ് മൂവ്മെൻറ്റ് പ്രോപ്പറാവും. അതുപോലെ തന്നെ നന്നായിട്ട് ബ്രഷ് ചെയ്യാനും അവർ പഠിക്കും. രാത്രിയും കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ, താങ്ക് യു, ടേക്ക് കെയർ. ബൈ ബന്നി ജെന്നി, ബൈ ബന്നി, ബൈ, ടാറ്റ പറ, ബൈ.